നമസ്കാരം. ഇന്ത്യയിൽ നടന്ന വലിയ വിമാന ദുരന്തങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടത് എയർ ഇന്ത്യയുടെ തന്നെ വിവിധ വിമാനങ്ങളാണെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഇത്തരം വിമാന അപകടങ്ങൾ തുടർക്കഥയാകുന്നത്? മറ്റു ഗതാഗത സംവിധാനങ്ങളിലെ അപകടത്തിന്റെ മരണസാധ്യത വെച്ച് നോക്കുമ്പോൾ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വേണം പറയാൻ. എന്നാൽ ഇക്കുറി അപകടത്തിൽപ്പെട്ട 290 പേരുടെ മരണത്തിനിടയാക്കിയ ബോയിങ് 787 ഡ്രീംലൈനർ അപകട സാധ്യത കുറഞ്ഞ വിമാനമാണെന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇപ്പോഴിതാ ഒരു വർഷം മുൻപ് വിമാനത്തെക്കുറിച്ച് വന്ന സുരക്ഷാ ആശങ്ക വീണ്ടും ചർച്ചയാവുകയാണ്. കൃത്യം ഒരു വർഷം മുൻപ് ബോയിങ് എഞ്ചിനീയർ ആയിരുന്ന വ്യക്തിയാണ് ഈ ഭീമൻ വിമാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാര്യമായി ആദ്യം പങ്കുവച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബോയിങ് 787 ഡ്രീംലൈനറിന്റെ ഘടനാപരമായ സമഗ്രതയെക്കുറിച്ച് ബോയിങ് എഞ്ചിനീയർ സാം സാലഹ്പൂർ ഗുരുതരമായ ആശങ്കകളാണ് അന്ന് ഉന്നയിച്ചിരുന്നത്. വിമാന മോഡലിന്റെ ഫ്യൂസ്ലേജ് നിർമ്മിക്കുമ്പോൾ അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനി കുറുക്കുവഴികൾ സ്വീകരിച്ചുവെന്നും കാലക്രമേണ അത് വിനാശകരമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം അന്നേ തന്നെ മുന്നറിയിപ്പ് നൽകിയതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അന്നു തന്നെ ഇതിനെ തുടർന്ന് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഇതിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ സാലഹ്പൂർ ഉന്നയിച്ച ആശങ്കകളുമായി ഇതിനെ ബന്ധിപ്പിക്കുന്ന പ്രാഥമിക തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എങ്കിലും അദ്ദേഹം ഉന്നയിച്ച ആശങ്കകൾ തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല. വൈഡ് ബോഡി ജെറ്റ് വിമാനമായ 787 ഡ്രീംലൈനറിനെയും കമ്പനിയായ ബോയിങ്ങിനെയും വീണ്ടും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്താൻ ഇത് കാരണമായിട്ടുണ്ട്. എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ ബോയിങ് എയർപ്ലെയിൻസ് ആവട്ടെ വിഷയത്തിൽ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും അവരെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി. 2024 ജനുവരിയിൽ അസംബ്ലി സമയത്ത് ഫ്യൂസ്ലേജ് ഭാഗങ്ങൾ ശരിയായി ഉറപ്പിക്കാത്തത് വിമാനത്തിന്റെ ദീർഘായുസിന് അപകടകരമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് യാത്രകൾക്ക് ശേഷം വിമാനം പറക്കുന്നതിനിടയിൽ വിഘടിക്കാൻ സാധ്യതയുള്ളതിനാൽ നിർമ്മാണത്തിലെ പിഴവ് കാരണമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ട് അന്ന് രംഗത്തു വന്നിരുന്നു. ന്യൂയോർക്ക് ടൈംസുമായുള്ള അഭിമുഖങ്ങളിലും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഔപചാരികമായി നൽകിയ പരാതിയിലും അദ്ദേഹം വിശദീകരിച്ച ആരോപണങ്ങൾ ഈ വിമാനത്തിന്റെ ഭാവിയിലെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതായിരുന്നു. ബോയിങ്ങിന്റെ 777 ജെറ്റുകളിലേക്കും സാലഹ്പൂരിന്റെ ചോദ്യമുന നീണ്ടിരുന്നു. ഫ്യൂസ്ലേജ് ജോയിന്റുകളിലെ വിടവുകളും ഭാഗങ്ങൾ വിന്യസിക്കാൻ ഉപയോഗിക്കുന്ന അമിത ബലവും വിമാനത്തിന്റെ സംയോജിത ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം ആരോപിച്ചു. ബോയിങ്ങിന്റെ 787 അസംബ്ലി പ്രക്രിയയിൽ തെറ്റായി ക്രമീകരിച്ച ഫ്യൂസ്ലേജ് ഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നത് എങ്ങനെയെന്നും ചിലപ്പോൾ തൊഴിലാളികൾ ഈ ഭാഗങ്ങളിൽ ചാടിയിറങ്ങി അവ വിന്യസിക്കുമെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. 1000-ലധികം ഡ്രീംലൈനർ വിമാനങ്ങൾ ബാധിക്കുന്ന ഈ കുറുക്കുവഴികൾ ദീർഘകാല പറക്കൽ സമ്മർദ്ദങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിമാനത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് അന്ന് തന്നെ അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇപ്പോൾ അഹമ്മദാബാദ് വിമാന അപകടത്തോടെ ഈ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. എങ്കിലും അപകട കാരണം ഇപ്പോഴും വ്യക്തമല്ലാത്തതിനാൽ ഇക്കാര്യം ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഇതുതന്നെയാണ് അപകട കാരണം എന്ന് ഉറപ്പാകുമെങ്കിൽ ഈ ചർച്ചകൾക്ക് വീണ്ടും ചൂടുപിടിക്കും.